തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPIM കേന്ദ്ര കമ്മിറ്റിയിൽ നേതൃത്വത്തിന് കടുത്ത വിമർശനം. സ്ഥാനാർത്ഥി നിർണയത്തിൽ വൻ പാളിച്ച പറ്റിയെന്നും ചില നേതാക്കൾ സ്ഥാനാർത്ഥികളെ ഏകപക്ഷീയമായി തീരുമാനിച്ചുവെന്നുമാണ് വിമർശനം. വിമത നേതാക്കളെ അനുനയിപ്പിക്കാൻ ശ്രമമുണ്ടായില്ലെന്നും കേന്ദ്ര കമ്മിറ്റിയിൽ കുറ്റപ്പെടുത്തലുണ്ടായി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ തുടരുകയാണ്. കേന്ദ്ര കമ്മിറ്റിയിലാണ് കേരളത്തിലെ ചില തന്ത്രങ്ങളിൽ പാളിച്ച വന്നിട്ടുണ്ട് എന്ന കാര്യം പറയുന്നത്. പ്രത്യേകിച്ച് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വൻ പാളിച്ച പറ്റിയിട്ടുണ്ടെന്നാണ് CPIM കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഏകപക്ഷീയമായി ചിലർ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. വിമത നേതാക്കൾ, അതിൽ പലരും ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടായിരുന്ന വിമത നേതാക്കളിൽ 4-ൽ 3 പേരും വിജയിക്കുന്നതിനും കേരളം സാക്ഷ്യം വഹിച്ചതാണ്. ആ വിമത നേതാക്കളെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായില്ല എന്നും കുറ്റപ്പെടുത്തലുണ്ടായി. പ്രത്യേകിച്ച് പാർട്ടി കോട്ടകൾ എന്ന് കരുതിയ തളിപ്പറമ്പ്, പയ്യന്നൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ തളിപ്പറമ്പിലും പയ്യന്നൂരിലുമൊക്കെ തോൽവി ഏറ്റുവാങ്ങുന്ന നിലയിലേക്ക്, അതോടൊപ്പം അമ്പലപ്പുഴയിൽ G. സുധാകരൻ വിജയിക്കുന്ന നിലയിലേക്കുമൊക്കെ എത്തി. ഇവിടങ്ങളിലൊന്നും ഈ മത്സരരംഗത്തിറങ്ങിയവരെ അനുനയിപ്പിക്കാൻ CPIM സംസ്ഥാന നേതൃത്വം ശ്രമം നടത്തിയിരുന്നില്ല. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം നെടുങ്ങാടി, കേരളത്തിലെ CPIM നേതൃത്വത്തിൻ്റെ തന്ത്രങ്ങളിൽ, അവരുടെ നീക്കങ്ങളിൽ ഒക്കെ, വിലയിരുത്തലിലൊക്കെ പാളിച്ച ഉണ്ടായി എന്നാണല്ലോ CPIM കേന്ദ്ര കമ്മിറ്റിയിൽ ഇപ്പോൾ വിമർശനമുയരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, CPIM കേന്ദ്ര കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ചുള്ള അവലോകന ചർച്ചകൾ തുടരുമ്പോൾ നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഈ 2ാം ദിവസവും കടുത്ത വിമർശനങ്ങൾ തന്നെ ഉയരുകയാണ്. നേതൃത്വത്തിന് സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പാളിച്ച പറ്റി എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. ചില നേതാക്കൾ സ്ഥാനാർത്ഥികളെ ഏകപക്ഷീയമായി തീരുമാനിക്കുകയുണ്ടായി, സ്ഥാനാർത്ഥികളെ ആസൂത്രിതമായി കെട്ടിവെക്കുന്ന സാഹചര്യമുണ്ടായി തുടങ്ങിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ദിലീപ് കുമാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും മറ്റും വിമത സ്ഥാനാർത്ഥികൾ ഉയർന്നു വരാൻ തന്നെ കാരണമായത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. പ്രാദേശികമായി തന്നെ സ്ഥാനാർത്ഥികൾക്കെതിരെ എതിർപ്പ് ഉയർന്ന ഘട്ടത്തിൽ അത് പരിഗണിക്കാതെ നേതൃത്വം ആസൂത്രിതമായി നീക്കം നടത്തുകയാണ് ഉണ്ടായത്. സ്ഥാനാർത്ഥികളെ കെട്ടിവെക്കാൻ എന്നുള്ള വിമർശനം ഈ മണ്ഡലങ്ങളിൽ നിന്നും വിമതർ ഉന്നയിച്ചിരുന്നു. അക്കാര്യം ഈ കേന്ദ്ര കമ്മിറ്റിയിൽ നടന്ന ചർച്ചകളിലും ഉയർന്നു വന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും കേന്ദ്ര കമ്മിറ്റിയിൽ പോളിറ്റ് ബ്യൂറോ വെച്ച റിപ്പോർട്ടിൽ അതേസമയം ആസൂത്രിതമായ നീക്കമാണ് വിമതരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നും ജയം ഉറപ്പാക്കിയാണ് UDF-നോടൊപ്പം ചേർന്നത് എന്നുമായിരുന്നു. അതിനെ ഗണ്ണിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചകളിൽ തന്നെ ഉയർന്നു വന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതോടൊപ്പം തന്നെ വിമത നേതാക്കളെ അന്വയിപ്പിക്കാൻ ശ്രമങ്ങൾ ഉണ്ടായില്ല എന്നും നേതാക്കളെ ഉചിതമായ സമയത്ത് ഇടപെട്ടിരുന്നുവെങ്കിൽ വിമതരുടെ ഈ നീക്കങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നും അത് കനത്ത തിരിച്ചടിക്ക് കാരണമായി എന്നുള്ള വിമർശനവും ഉയർന്നു വന്നിട്ടുണ്ട്. ദിലീപ് കുമാർ, വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.